ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം 2022 കിയ അവരുടെ ആദ്യത്തെ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹനമായി EV6 എന്ന് പറഞ്ഞ വാഹനം ഇറക്കുന്നത്. അതിനു മുന്നേ ഹ്യുണ്ടായുടെ കോന EV ഇവിടെ ഉണ്ടായിരുന്നു, ആ ഒരു ഗ്രൂപ്പിനുണ്ടല്ലോ നോക്കാനാണെങ്കിൽ. പക്ഷേ കിയയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം ഇതാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ആ സമയത്ത് ഗ്ലോബലിയും വളരെയധികം പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു വാഹനമായിരുന്നു ഇത്. അതിനുശേഷം ഹ്യുണ്ടായി അവരുടെ ഐനിക് 5 ഇന്ത്യയിൽ ഇറക്കി. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ EV6 നമുക്ക് ഫുള്ളി ഇമ്പോർട്ടായിട്ട് CBU ഫോമിലാണ് ഇന്ത്യയിൽ കിട്ടിയത്. പക്ഷേ ഐനിക് 5 അവരുടെ റിയർ വീൽ ഡ്രൈവ് ഫോമിൽ മാത്രം നമുക്ക് ആ ഒരു CKD, അതായത് കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ യൂണിറ്റ്സ് എന്നുള്ള രീതിയിൽ ഇവിടെ അസംബിൾ ചെയ്ത് ഇറക്കാൻ തുടങ്ങി. എന്തായാലും നമുക്കിപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും ഇന്ത്യയിൽ അവൈലബിൾ ആണെങ്കിലും ഐനിക് 5 പ്രത്യേകിച്ച് ഫേസ് ലിഫ്റ്റ് ഒന്നും വന്നിട്ടില്ല. EV6 ഈ അടുത്തൊരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഗ്ലോബലി വന്നതാണ്, പക്ഷെ നമുക്ക് ഇന്ത്യയിൽ ഇവിടെ ഇപ്പോഴാണ് കിട്ടുന്നത് എന്ന് മാത്രം. കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും ഒരു കൊണ്ടുവന്ന വളരെ നല്ല കാര്യമാണ്, ഒരുപാട് ലേറ്റ് ആക്കിയില്ല. ഡിസൈൻ്റെ കാര്യം എടുക്കാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിലത്തെ ആ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് മൊത്തമായിട്ട് മാറിയിട്ടുണ്ട്. മറ്റേതിൻ്റെ അകത്തൊരു സിംഗിൾ പീസ് ലൈറ്റ് പോലെയായിരുന്നു, മൊത്തം ഒരു ചെറിയ എലമെൻറ്റിനകത്തത്. അത്യാവശ്യം സ്ലീക്ക് ആയിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ പുതിയ വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും ടോപ്പ് പോർഷനിൽ DRLs, അതുപോലെ താഴത്തെ പോർഷനിൽ അടുത്ത ഒരു വെട്ടുപോലിരിക്കുന്ന DRLs കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ചെറിയൊരു സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈനാണ് പിടിച്ചിരിക്കുന്നതെന്ന് പറയാം. അതുപോലെ ഗ്രില്ലിന് നടുവിലായിട്ട് ചെറിയൊരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗ്രില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇലക്ട്രിക് വാഹനമാണിത്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ മെയിൻ ഹെഡ്ലൈറ്റ്സ് ഒരു ട്രയാങ്കുലർ ടൈപ്പ് ഓഫ് ഡിസൈൻ പാറ്റേണിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അത് മൊത്തത്തിലുള്ളൊരു ഡിസൈൻ ചേഞ്ച് ആണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വാഹനത്തിന് കുറച്ചും കൂടെ ഒരു എന്താ പറയുന്നത്, അത് ഇത്തിരി ട്രയാങ്കിൾ വലിച്ചു കിട്ടിയ പോലത്തെ ഒരു ഡിസൈനായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി അതിൻ്റെ ഡിസൈൻ അത്ര ഇഷ്ടമല്ലായിരുന്നു. ഈ വണ്ടിയുടെയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കാനാണെങ്കിൽ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. അതുപോലെ മിറേഴ്സൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ താഴത്തായിട്ട് 360 ക്യാമറയുടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് ബോഡി ക്ലാഡിംഗ് ഒക്കെ ഇതിനകത്ത് ബോഡി കളറായിട്ടാണ് വരുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് ബ്ലാക്ക് ക്ലാഡിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ വാഹനത്തിൻ്റെ ലെങ്ത്തിലും അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല. 4690 mm ആണ് അതിൻ്റെ ലെങ്ത്ത്. വിട്ട് വരുന്ന 1890 mm ആണ്. വീൽ ബേസ് ഇത് ഐനിക് 5 കുറച്ചും കൂടി ഒരു ഷോർട്ടർ വീൽ ബേസ് പ്ലാറ്റ്ഫോമിലാണ് റൺ ചെയ്യുന്നത്. 2900 mm ആണ് ഇതിൻ്റെ വീൽ ബേസ്. ഐനിക് 5 പക്ഷേ 3000 mm ഉണ്ട്. പക്ഷെ എന്നാലും രണ്ടിലും അങ്ങനെ സ്പേസിൻ്റെ കാര്യത്തിൽ വലിയൊരു വ്യത്യാസമൊന്നും പറയാനില്ല. പിന്നെ അലോയ്സിന് ഡിസൈനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. നേരത്തെ വണ്ടിയുടെ അലോയ്സിന് ഡിസൈൻ ഇങ്ങനെ അല്ലായിരുന്നു. നമുക്കിപ്പം 19 ഇഞ്ച് അലോയ് വീൽസും അവൈലബിൾ ആണ്. കുമോഡോ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു കൊറിയൻ കമ്പനിയാണ്. ഈ കിയ ഇന്ത്യയിൽ ഇവിടെ വന്ന സമയത്ത് കുറേ വാഹനങ്ങളൊക്കെ കുമോഡോ ടയേഴ്സായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇടയ്ക്ക് വെച്ചവരുന്ന് മാറിയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇമ്പോർട്ടൻറ്റ് വാഹനം ആയതുകൊണ്ടായിരിക്കും ഇതിനകത്ത് കുമോഡോ ടയേഴ്സ് തന്നെയാണ് വരുന്നത്. 235, 55, R19s ആണ് ടയർ സൈസ് വരുന്നത്. ഈ ഫേസ് ലിഫ്റ്റിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരാത്തത് ഈ വാഹനത്തിൻ്റെ റിയർ ഡിസൈനിലാണ്. അതിപ്പോഴും നമുക്ക് ആ ഒരു C ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരിടത്തും തുടങ്ങി മറ്റേ എൻഡിൽ എൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു സിംഗിൾ ലൈറ്റിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ലൈൻ വരച്ച പോലെ ഇരിക്കും. കംപ്ലീറ്റ്ലി LED ടെയിൽ ലൈറ്റ്സ് തന്നെയാണ് വരുന്നത്. നമുക്കിതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടെയിൽ ലൈറ്റ്സിൻ്റെ എക്സ്റ്റൻഷൻ ആ ചെറിയ പോർഷനിൽ നിന്ന് വീൽ ആർച്ച് വരെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴത്തെ ബമ്പറിൻ്റെ ഡിസൈനും വ്യത്യാസമുണ്ട്. ആ ഒരു റിഫ്ലക്ടേഴ്സിൻ്റെ ചുറ്റും ഒരു ബ്ലാക്ക് എലമെൻറ്റ് പോലെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് റിയർ ഡിസൈനിൽ വന്നിരിക്കുന്നത്. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന അവൈലബിൾ ആണ്. അതുപോലെ റിയർ സ്പോയിലർ അവൈലബിൾ ആണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ അവിടെയും നമുക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസം തന്നെ ഈ ഒരു വാഹനത്തിൽ പറയാൻ പറ്റും. ഒന്നാമത്തെ വ്യത്യാസം സ്റ്റിയറിംഗ് വീൽ മാറി എന്നുള്ളതാണ്. ഇതിനു മുന്നേ കിയയുടെ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ആയിരുന്നെങ്കിലും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു. ഇത് പക്ഷേ ഇപ്പോൾ നമ്മുടെ സിറോസിലൊക്കെ വന്നതുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. കിയയുടെ ലോഗോ ഒക്കെ റൈറ്റ് ഹാൻഡിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനമാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇന്ത്യയിൽ തീർച്ചയായും നമുക്ക് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഈ വണ്ടിയുടെ വേറെ ചില വേരിയൻസിൽ ഇന്റർനാഷണലി നമുക്ക് 3 സ്പോക്ക് ഡിസൈനുള്ള സ്റ്റിയറിംഗ് വീലും അവൈലബിൾ ആണ്. ഇവർ ബേസ് മോഡലാണ് ഇപ്പോൾ ഈ ഒരു 2 സ്പോക്ക് ഡിസൈനുള്ള വീൽസ് കൊടുക്കുന്നത്. നമുക്ക് സിറോസിൽ കിട്ടുന്ന സെയിം സാധനം. എന്തായാലും നോക്കാം ഇന്ത്യയിലേക്ക് ഏതാണ് വരാൻ പോകുന്നതെന്ന്. ബേസിക്കലി നമുക്ക് ഇൻഫോടൈം സിസ്റ്റം സംഭവങ്ങളൊക്കെ എല്ലാം സെയിം ആണ്. 12.3 ഇഞ്ച് സൈസ് വരുന്ന ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും അതുപോലെ ഇൻഫോടൈം സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വയർലെസ് ചാർജിങ് പാഡ്, അതുപോലെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിക്കോട്ടെ, ഇലക്ട്രിക് ഡ്രൈവർ സീറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. കിയ കണക്ട് 2.0 ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ലെവൽ 2 അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. 27 ഫീച്ചേഴ്സിനടുത്ത് നമുക്ക് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇതിനൊക്കെ പുറമെ ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ക്യാബിൻ ഡിസൈൻ ആണെങ്കിലും കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് പറയാം. സോ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് EV6 പറയാൻ പറ്റുന്ന മാറ്റങ്ങൾ. പക്ഷേ ഇതല്ല ശരിക്കും ഇതിൻ്റെ അകത്ത് വ്യത്യാസം വന്നിരിക്കുന്നത്. ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും എക്സ്റ്റീരിയർ ഡയമെൻഷൻസ്, ഡിസൈൻ, അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ഈ വണ്ടിയിൽ കുറച്ചൊക്കെ മെക്കാനിക്കൽ ചേഞ്ചസും വന്നിട്ടുണ്ട്. ആദ്യത്തെ കാര്യം ഇതിൻ്റെ ബാറ്ററി പാക്ക് മാറി എന്നുള്ളതാണ്. ഇതിനു മുന്നേ നമുക്കൊരു 77 kWh സൈസ് ഉണ്ടായിരുന്ന ബാറ്ററി പാക്ക് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതിൽ ക്ലെയിംഡ് റേഞ്ച് ഏകദേശം 580 km ആയിരുന്നു റിയർ വീൽ ഡ്രൈവിന്. അതുപോലെ ഏകദേശം 530 km നമുക്ക് ഓൾ വീൽ ഡ്രൈവിന് ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയൊരു 84 kWh ബാറ്ററി പാക്കാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് 663 km MIDC ക്ലെയിംഡ് റേഞ്ച് കിട്ടുന്നുണ്ട്. അത് ക്ലെയിംഡ് ആണ്, റിയൽ ലൈഫ് പക്ഷേ എന്നാലും നമുക്ക് ഏകദേശം ഒരു 500 km മുകളിൽ ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാം. 500ന് മുകളിൽ ശരിക്കും കിട്ടും. 550 വരെയൊക്കെ കിട്ടിക്കൂടായിക്കൊന്നുമില്ല. അത്രയും സൈസുള്ള ബാറ്ററി പാക്കാണ്. പിന്നെ ഇത് ഓൾ വീൽ ഡ്രൈവ് മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. നമുക്ക് പണ്ട് റിയർ വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. 60 lakhs റിയർ വീൽ ഡ്രൈവിൻ്റെ ഷോറൂം പ്രൈസ്. 65 lakhs ഓൾ
വീൽ ഡ്രൈവിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഇപ്പോൾ പക്ഷേ പ്രൈസ് 65.9 lakhs എക്സ്-ഷോറൂമിലോട്ട് കയറിയിട്ടുണ്ട്. 5 കളർ ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വളരെ കൂടുതലാണ്. നമുക്ക് ഓൾറെഡി അറിയാം DC ഫാസ്റ്റ് ചാർജിങ് ചെയ്യാനാണെങ്കിൽ 350 kWh വരെയുള്ള സപ്പോർട്ട് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ 20 to 80% എത്താൻ ഈ വാഹനത്തിന് വെറും 18 മിനിറ്റ് മാത്രമാണ് എടുക്കുന്നത്. വേറെ ബാക്കി കമ്പനികളിലൊക്കെ ഇപ്പോഴും നമുക്കൊരു 30-40 മിനിറ്റ്സിനടുത്തേക്ക് എങ്ങനെയാലും എടുക്കും. കാരണം ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി AC ചാർജിങ് ആണെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ അകത്ത് 0 to 100% എത്താൻ ഏകദേശം 7 hours എടുക്കുന്നത്. പിന്നെ ഈ പ്രൈസിൻ്റെ കേസിൽ നമുക്കിപ്പോൾ ആകെപ്പാടെ കുറ്റം പറയാൻ പറ്റുന്ന ഇത് വാങ്ങാനുള്ള പ്രൈസ് കൂടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബേസ് മോഡൽ അവർ നിർത്തി. പക്ഷെ അല്ലാതെ നോക്കാനാണെങ്കിൽ വേറൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഇതിന് മുന്നേ കിയയുടെ EV6 GT ഏത് പ്രൈസിലാണ് കിട്ടിക്കൊണ്ടിരുന്നത് 65.9 lakhs തന്നെയായിരുന്നു. ആ പ്രൈസിൽ തന്നെയാണ് ഈ വാഹനം ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഫേസ് ലിഫ്റ്റ് ആണ്, പുതിയ ഫീച്ചേഴ്സ്, പുതിയ ഡിസൈൻ, വലിയ ബാറ്ററി പാക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സെയിം പ്രൈസിൽ തന്നെ കിട്ടുന്നുണ്ട്. ഈവൻ പവറും സെയിം ആണ്, ബാറ്ററിയുടെ സൈസ് മാത്രമേ കൂടിയിട്ടുള്ളൂ. അതായത് 325 PS പവറും 605 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. 0 to 100 ഏകദേശം 5.3 seconds മാത്രമേ ഈ വാഹനം എടുക്കുകയുള്ളൂ. ഇതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ടുള്ള വാഹനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ BYDയുടെ C-Line 7 ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനത്രയും റേഞ്ച് കിട്ടില്ല, കുറച്ചുകൂടി ചെറിയ ബാറ്ററി സൈസ് ആണ്. നമുക്കിപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റ് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബാറ്ററി സൈസ് കൺഫിഗറേഷനുള്ള വാഹനം കൂടിയാണ് EV6. എന്തായാലും ഈ വാഹനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കുക. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് അവിടെ എല്ലാം ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.